ഹായ് ഡിയേഴ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിട്ടുള്ളത് ഈ പേപ്പർ ടോയിൻ വെച്ചിട്ട് നമ്മളൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പിൻട്രസ്റ്റിലൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സജഷനാണിത്. അപ്പം ഞാൻ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താ, ഇത് സിമ്പിളാണല്ലോ, ഉണ്ടാക്കി നോക്കാമെന്ന്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോഴല്ലടാ മനസ്സിലായത് ഇത് അത്ര സിമ്പിളൊന്നും അല്ല. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കപ്പിൻ്റെ മുകളിലുള്ള സാധനം ആദ്യം കട്ട് ചെയ്ത് കളയണമായിരുന്നു. മാത്രമല്ല അത് കളയല്ലേ നമുക്ക് ആവശ്യമുണ്ടെന്ന്. പോട്ടെ, അങ്ങനെ ഞാൻ പൊട്ടത്തരം കാട്ടിയിട്ട് ആദ്യം തന്നെ അതൊരു പൊട്ടത്തരായിപ്പോയി. അതാണ് മെയിനായിട്ടൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് നൂല് ചുറ്റാൻ തുടങ്ങി. നമ്മളൊരു 3 റൗണ്ട് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ താഴെ, ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ താഴെ ഇങ്ങനെ ചുറ്റി വന്നപ്പോണ്ടല്ലോ ശരിയാവണില്ല. എന്തൊക്കെ കാട്ടിയിട്ട് ശരിയാവണില്ല ഗൈസ്. ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുന്നത് നിർത്താം. അയ്യോ, എൻ്റെ കപ്പും കേടുവന്നു നൂലും കേടുവന്നു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്തായാലും ചെയ്ത് നോക്കിയതല്ലേ, ഇനിയിപ്പോൾ അവസാനം വരെ കേട് വന്നാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം സാധനം ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ബീഡ്സ് കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, പക്ഷേ അടുത്തുനിന്ന് നോക്കിയാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ കപ്പ് വെട്ടിയപ്പോൾ മുകളിലത്തെ സാധനം വെട്ടിയിട്ട് കളയാൻ മറന്നുപോയി. മാത്രമല്ല നമുക്കത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന്, അതുകൊണ്ട് വേറൊരു കപ്പ് എടുത്തിട്ട് അത് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ ഇത് ബാക്കിയുള്ള നൂല് കൂടി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതിന് പിടി കൂടി പിടിച്ച് കൊടുത്തപ്പോൾ കാണാൻ ഭംഗിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിക്കോളൂ.